guys, welcome back to our new video. This is Avigna, this is Anirudh. We are La Vida. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. മൈൻക്രാഫ്റ്റ് അല്ല, പക്ഷേ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ഡൂപ്പായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ബട്ട് നമുക്ക് MBയും പിന്നെ GB ഒന്നും എടുക്കാനില്ല. അതൊരു ലോ MB ടാബാണ്. അതുകൊണ്ട് നമുക്ക് ഗൂഗിളിൽ നിന്നും കയറ്റാൻ പറ്റത്തില്ല, വായിക്കാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ വേൾഡ് തുടങ്ങാം. നമ്മൾ ലാവീഡാന്ന് പേരിട്ടിട്ടുണ്ട്. ലാവീഡ എവിടെ? പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ള സീഡ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ആർക്കും അറിഞ്ഞൂടെ ഒരു സീഡും. നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് പാർട്ടാണിത്. പാർട്ട് 2 ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഹാർഡ് കോർ ഇടല്ല, നമുക്ക് ഗെയിം ഇടാൻ പറ്റുമോന്ന് അറിഞ്ഞൂടാ. ഫുള്ള് തീക്കണം ഗൈസ്. നമുക്ക് ഗെയിം ഇന്ന് തീക്കണം. നമ്മളെ ഇപ്പോഴത്തെ ഗോളെന്ന് വെച്ചാൽ വില്ലേജ് കണ്ടുപിടിക്കുക. യെസ്, വില്ലേജ് കണ്ടുപിടിച്ച് നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം. യെസ് യെസ് ഗൈസ്, ഇതിൽ കുറെ ഗ്ലിച്ചൊക്കെ ഉണ്ട് ഗൈസ്. ആദ്യം തന്നെ മരത്തിൽ കൊണ്ട് നിർത്തിയിരിക്കണത് ഗൈസ്. കൊള്ളാം, നല്ല ആരംഭം. വാവ്. ഇനി കുഴപ്പമില്ല, ബട്ട് നല്ല ബയോമാണോ നമുക്ക് നോക്കാം. യെസ്, ബയോമൊക്കെ കാടടി ഭയങ്കര കാട് ഏരിയയിലാണ്. മരമൊക്കെ കിട്ടി, ബട്ട് പക്ഷേ മരം കിട്ടിയാൽ പോരല്ലോ, നമുക്ക് വീടും വേണം വില്ലേജും വേണം. അയൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിനി സ്റ്റോൺ എടുക്കണം. ഡിസ്ക് കളിക്കണം. അപ്പോൾ ഗൈസ്, സാഡ്ലി ഈ വീഡിയോയിൽ നമുക്ക് ഫേസ് ക്യാം കൊണ്ടുവരാൻ പറ്റാത്തതിന് വളരെ വെരി സോറി. നമ്മൾ കഴിഞ്ഞ ഫ്രീ ഫയർ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ വീഡിയോക്കൊക്കെ ഫേസ് ക്യാം ഇടാമെന്ന്. പക്ഷെ നമുക്ക് പറ്റിയില്ല. പറ്റിച്ചു എന്ന് വിചാരിക്കരുത് പ്ലീസ്. യെസ്, ഒരു ബ്രോ കമന്റ് ഇട്ടിരിക്കുന്നു, ഫ്രീ ഫയറിൽ ഫ്രണ്ട് ആക്കോ UID കൊടുത്തിരിക്കുന്നു. പിന്നെന്താ ബ്രോ, ഫ്രണ്ട് ആക്കാലോ, ബിഗ് ഫാൻ ആണെന്ന് ഇരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തായാലും അവനെ ഫ്രണ്ട് ആക്കും. ആ ബ്രോ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് ആക്കിയിരിക്കുമ്പോൾ ഉറപ്പ് കയറിയാൽ മാത്രം മതി. ഫ്രണ്ട് ആക്കാം, ഉറപ്പായിട്ടും ഫ്രണ്ട് ആക്കാം. ശനി മാത്രമേ ഫ്രണ്ട് ആക്കാൻ പറ്റുള്ളൂ. ശനി ഞായർ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. ഈ ബ്രോ ഈ വീഡിയോ കാണണമെങ്കിൽ ശനി ഞായർ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കമൻറ്റ് ചെയ്തത് എന്തായാലും താങ്ക് യു ബ്രോ. നമുക്ക് ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ മനസ്സിൽ നിന്ന് എന്തോപോലെ. യെസ്, നമ്മൾ ഇപ്പം ഫസ്റ്റ് യൂട്യൂബേഴ്സ് അല്ലേ, അപ്പം നമുക്ക് വളരെ സന്തോഷം തോന്നി. താങ്ക് യു. ബാക്ക്ഗ്രൗണ്ട് പ്രോബ്ലം ഒക്കെ ഉണ്ടാകും. അതിന് നമ്മൾ എന്നത്തെയും പോലെ ഭയങ്കര നോയ്സി ആയിട്ടുള്ള ഗ്ലിച്ചാണെന്ന് അടിച്ചപ്പല്ല. ഇതിൻ്റെ അകത്ത് മ്യൂട്ട് ചെയ്യാം, മൗണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. എൻ്റെ കുഞ്ഞു വരെ ഗ്ലിച്ച്. ഇതെന്തൊരു ഗ്ലിച്ച് ഗെയിം ഇത്. ഫോർട്രസ് അല്ലല്ല, റൂയിൻഡ് ഫോർട്രസ്. സോറി ഗൈസ്, ഫോർട്രസ് അല്ല, റൂയിൻഡ് ഗൈസ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം മൈൻക്രാഫ്റ്റിനെ പോലെ അച്ചടിച്ച് വെച്ചേക്കാണ് ഗൈസ്. ഇത് നമ്മളെ ലൂട്ടിങ് നമ്മളെ ബാഗ് ഉണ്ടല്ലോ, ബാക്ക് പാക്ക്, ഇൻവെന്ററി പക്ഷേ മാറിയിട്ടുണ്ട്. ബാക്കി എല്ലാ സ്ഥലവും നമുക്ക് ഈ ഗെയിം തീർക്കണം. അതാണ് നമ്മൾ എൻ്റെ ഡ്രാഗനെ കൊന്നിരിക്കും ഗൈസ്. എത്ര പാർട്ടാവുമെന്ന് നിങ്ങൾ ഗസ് ചെയ്യും. തീർക്കണം, എത്ര പാർട്ടാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യും. ഓക്കെ, നമ്മൾ കളിക്കുന്നുണ്ട് മിക്കവാറും 1000 ആയാലും തീരത്തില്ല. ചിലപ്പോൾ ഡെഡ് ആവും, പറയാൻ പറ്റത്തില്ല. ഞാൻ ഇതുവരെ തീർത്തിട്ടില്ല ഗെയിം. നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം. എനിക്ക് പണ്ടേ മൈൻക്രാഫ്റ്റിന്റെ ഡൂപ്പ് ഏത് ടൈപ്പ് കളിച്ചാലും കേവിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു വല്ലാത്തൊരിതാണ്. അങ്ങനെ കേവിൻ്റെ അകത്ത് എപ്പോഴും കയറിയാലും ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ, കേൾക്കുമ്പോൾ ഒരുമാതിരി വരും. ഇതൊരു പൂങ്കാവനം. അടിച്ചു പോലെ അടുത്ത ഷീപ്പ്. 3 ഷീപ്പിന്റെ തോലുണ്ടെങ്കിൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഏത് ഗെയിമേഴ്സിനും അറിയാന്നുള്ള ഒരു കാര്യമായിരിക്കും. സോറി, I am under the water. Please help me. I am under the water. ഗായ്സ്, നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ ഗെയിമിന്റെ പേര്
ആണ് ക്രാഫ്റ്റ്സ്മാൻ വേൾഡ് അങ്ങനെ എന്തോ ആണ്. ക്രാഫ്റ്റിംഗ് വേൾഡ് എന്തോ അപ്പം അടിച്ചു വെച്ചിരിക്കണു. യെസ് ഗൈസ് എക്സാക്ട്ലി. ഓക്കെ എന്തായാലും നമുക്ക് എന്തായാലും കല്ല് വേണം സ്റ്റോൺ ഏജിലേക്ക് പോകാനുള്ളതാണ്. നീ പറയണെങ്കിൽ നീ പറയണേ, ഞാൻ പറയട്ടെ. ഗൈസ് ഷോർട്ട് ഫിലിമൊക്കെ നമ്മളായിരിക്കും 2 ക്യാരക്ടേഴ്സേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി ആരെങ്കിലും വരണമെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോസ്റ്റ് ഇടും. പ്ലീസ് നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് 100K അല്ല 100 സബ്സ്ക്രൈബേഴ്സ് ആയാൽ കേക്ക് മുറിക്കുന്നത് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ പൊന്മുടി വ്ളോഗ് വരുന്നുണ്ടായിരിക്കും. ഞാൻ പോവില്ല ഗൈസ്, ബിക്കോസ് ഇറ്റ്സ് എൻ ഓൾ ഗേൾസ് ട്രിപ്പ്. ബോയ്സ് ഇല്ല. അടുത്ത ഷിപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബെഡ് ഉണ്ടാക്കിയാൽ മതി. ബെഡ് ഉണ്ടാക്കാൻ മരമില്ല, അല്ല തടിയില്ല. പ്ലാങ്ക് ഉണ്ടല്ലോ. പ്ലാങ്ക് ഇല്ല, അതല്ല എൻ്റെ അടുത്ത് പറഞ്ഞത്. പ്ലാങ്ക് ഇല്ലെന്ന്. പ്ലാങ്ക് 2 ഉണ്ടല്ലോ. 2 ശരിയാണ്. ഗായ്സ് ഇവിടെ എന്ത് സ്പോൺ ആയാലും ഡബിൾ ആയിട്ട് സ്പോൺ ആവത്തുള്ളൂ. ഷീപ്പിന്റെ ഒക്കെ പൂരം 2-3. അല്ലെങ്കിൽ സാധാ മൈൻക്രാഫ്റ്റ് എടുക്കണമെങ്കിൽ ഒരു ഷീപ്പ് പോലും കാണൂല. ഒറ്റ ഷീപ്പ്. ആനിമൽസേ കാണൂല. കൗ കാണും, പിഗ് കാണും, ആവശ്യമില്ലാത്ത എല്ലാം കാണും, സോംബി ഉൾപ്പെടെ. സോംബി ആവശ്യമില്ലാത്ത ആവശ്യമുണ്ട്. റോട്ടൻ ഫ്ലഷ്. ഗൈസ് ഇവിടെ നമുക്ക് മരം മുറിച്ച് ബെഡ് ഉണ്ടാക്കാൻ സാധനമുണ്ട്. ആദ്യം ഫർണസ് ഉണ്ടാക്കാം, പിന്നെ ആക്സ് ഉണ്ടാക്കാം, പിന്നെ പിക്കാക്സ് ഉണ്ടാക്കാം. അയ്യോ, ഒരു വർഷം ജീവിക്കാനുള്ള എല്ലാം ഉണ്ടാക്കാം. ഒരു വർഷം. ഗൈസ് എത്ര എപ്പിസോഡായിരിക്കും വരാൻ പോണത്? ഇനി ഡെയിലി വീഡിയോസ് കാണും എന്ന് പ്രതീക്ഷിക്കാം. ഇവർക്ക് ഇവിടെ കണ്ണു വയ്യ. യെസ് ഗൈസ്, എനിക്ക് എന്തോ കുഴപ്പമുണ്ട് എൻ്റെ കണ്ണിന്. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ലേറ്റ് ആവുന്നത്. നമ്മൾ കൊച്ചിലെ തന്നെ വയസ്സായെന്ന് തോന്നുന്നു ഗൈസ്. വയസ്സായി ഗൈസ്. ഫോർട്രസ് വീണ്ടും റൂയിൻഡ് പോർട്ടൽ കിട്ടി. ഒരു എൻചാൻറ്റഡ് ചെസ്റ്റ് പ്ലേറ്റ് കിട്ടി. ഗൈസ് എത്ര പെട്ടെന്നല്ലേ ഈ വർഷം കടന്നു പോയത്. ഈ വർഷം തീർന്നില്ലല്ലോ. ഇനി തീർന്നില്ല. സെപ്റ്റംബർ ആവാറായി. ജൂലൈ ആവാറായി. ഗൈസ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാണെന്ന് പറയുക. നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചോദിച്ചിട്ട് ഒരൊറ്റ മനുഷ്യ കുഞ്ഞ് കമന്റ് ഇട്ടിട്ടില്ല. ഗൈസ് ഞാൻ ഒരു ക്ലൂ തരാം. നമ്മുടെ അടുത്ത ഷോർട്ട് ഫിലിം എങ്ങനെ ആയിരിക്കും? യെസ് ഗൈസ്, അതൊരു ട്രാജിക് സ്റ്റോറിയാണ്. ഒരു ട്വിസ്റ്റ് ഉള്ള സ്റ്റോറിയാണ്. വളരെ വേൾഡ് കപ്പ് തീം സ്റ്റോറിയാണ്. ഇവനായിരിക്കും മെയിൻ ലീഡ്. നിങ്ങൾക്ക് ഫുട്ബോൾ ഓക്കെ ഗൈസ്, ഫുട്ബോൾ പ്ലെയേഴ്സ്, ഫുട്ബോൾ വേൾഡ് കപ്പ് തീമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമാണ്. ഗൈസ് ഫുട്ബോൾ ആണെങ്കിലും ഭയങ്കര ട്വിസ്റ്റ് ആയിരിക്കും. ട്വിസ്റ്റിന്റെ ആരംഭമായിരിക്കും. എന്ന് വെച്ചാൽ അത്ര കുറേ ട്വിസ്റ്റ് ഒന്നും ഇല്ല. മേ ബി 1 or 2 ട്വിസ്റ്റ് കാണും. ഗൈസ് ഈ ലബൂബുവിൻ്റെയും ലബൂബുവിൻ്റെ ഷോർട്ട് ഫിലിം ആയിട്ടുള്ളൂ. ലബൂബുവിൻ്റെ ഒക്കെ സ്ക്രിപ്റ്റഡ് ഞാനായിരുന്നു. ബട്ട് ഈ സ്ക്രിപ്റ്റഡ് നമ്മുടെ അവിജ്ഞ. ഞാനാണ് ഗൈസ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. സ്റ്റെയറിങ് ഞാനാണ്, എഡിറ്റർ അവളാണ്. എക്സാക്ട്ലി. ബൈ ദ വേ ഈ ഇടുന്ന ഗെയിമിംഗ് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ് ഗൈസ്. ഇവിടെ നല്ല നല്ല ക്ലാരിറ്റി ഉള്ള ഫോണില്ല ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ AI വെച്ച് ചെയ്തത്. AI യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നമുക്കറിയാം. യെസ്, നമ്മുടെ അന്റാർട്ടിക്ക ഇടിഞ്ഞ് പൊളിഞ്ഞു പോകും. ലോകത്തിൽ വെള്ളം കയറും ഗൈസ്. സുനാമി വരും ഗൈസ്. പ്രളയം വരും ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങി രാവിലെ വേഗം ആയി. പറ്റുന്നിടത്തോളം AI യൂസ് കുറയ്ക്കാൻ നോക്കുക. നമ്മൾ ട്രൈ ചെയ്യുകയാണ്, പക്ഷെ വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഗൈസ്. നമ്മൾ ജെമിനിയുടെ അടുത്തല്ല ചോദിച്ചത്. ആരുടെ അടുത്താണ്? ഗൂഗിൾ AI. അതെ ഗൈസ്, നമുക്ക് കുറച്ച് മരം മുറിക്കാം. വേണ്ട,
നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പോവാം ഗൈസ്. വില്ലേജ്. അയ്യോ കൊറേ മല. നല്ല വീട് വയ്ക്കണ സ്ഥലമല്ലേ? നല്ല വീട് വയ്ക്കണ സ്ഥലം. ബട്ട് വില്ലേജ് ഇല്ലല്ലോ ഗൈസ്. ആ സൈഡിൽ എന്താണ്? ഒരു വില്ലേജ് അല്ലേ കാണുന്നത്? വില്ലേജ് വില്ലേജ് കണ്ടുപിടിച്ചല്ലോ. ഗൈസ് ഐ പ്രോമിസ് യു, നല്ല ഒരു ക്യാമറ അല്ലെങ്കിൽ നല്ലൊരു ഫോൺ കിട്ടിയ ഉടനെ നമ്മൾ ഫേസ് ക്യാം ഇടുന്നതായിരിക്കും. നല്ലൊരു ഫോൺ വേണം, ക്യാമറ പറ്റൂല. ശരിയാണ്. അപ്പൊ ഗൈസ് വില്ലേജ് കിട്ടി. ഗൈസ് നമുക്ക് വില്ലേജ് കിട്ടി. ഗോളം ഉണ്ടാ? ഗോളം ഗോളം ആദ്യം നമുക്ക് പോയി ഇതുണ്ടാകാം. എന്താണ്? വീറ്റ് അല്ല, വീറ്റല്ല, പൊട്ടിക്കാൻ നമുക്ക് വീറ്റല്ല യഥാർത്ഥത്തിൽ ആവശ്യം. നമ്മുടെ ലൂട്ട് വേണം. ലൂട്ടും അല്ല, മറ്റൊരു സ്ഥലം ഉണ്ടല്ലോ, ബ്ലാക്ക് സ്മിത്ത്. ബ്ലാക്ക് സ്മിത്തിന്റെ അവിടെ പോണം. അവിടെ ഉണ്ടാകുന്ന ആർക്കറിയാം? ബ്ലാക്ക് സ്മിത്ത് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം വീറ്റ് പൊട്ടിക്കിട്ട് ഞം കഴിക്കാൻ പൈസ വേണം. പൈസ കാശില്ല. അതുകൊണ്ട് നമുക്ക് വീറ്റ് വെച്ച് ബ്രെഡ് ഉണ്ടാക്കാം. ബ്രെഡ് തിന്ന് ജീവിക്കണം. ബ്രെഡ് നല്ലതല്ലേ? നല്ല HP കൂടും. ചൂടെടുക്കുന്നു ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് പ്രോബ്ലം ആയതുകൊണ്ടാണ് നമ്മൾ ഫാനൊന്നും വിടാത്തത്. യെസ് ഗൈസ്, നല്ലൊരു മൈക്ക് പോലും ഇല്ല ഗൈസ് നമുക്ക്. എന്നിട്ടും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നു. നമ്മൾ നമ്മുടെ സ്പീക്കറിന്റെ മൂട്ടി വന്നിട്ടാണ് ഇരുന്ന് സംസാരിക്കും. അതിനുവേണ്ടി നമ്മുടെ എഫേർട്ടിന് വേണ്ടി ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ് പ്ലീസ്. നമ്മൾ അറിഞ്ഞിട്ടുള്ളത് നമ്മളുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവരുടെ പേര് ഞാൻ മറന്നുപോയി. ബിഗ് ഫാൻ എന്ന് പറഞ്ഞ. എന്തായാലും ബ്രോ, ദീപു ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നായിരുന്നു വന്നതെന്ന് തോന്നുന്നു. എന്തായാലും ബ്രോ, ഈ വീഡിയോ കാണുന്നെങ്കിൽ എന്തായാലും കമന്റ് ഇടുകയും ചെയ്യണം, നമ്മൾ ഫ്രണ്ട് ആക്കുകയും ചെയ്യാം. ബിഗ് ഫാൻ എന്ന് പറഞ്ഞ നിലയിൽ നിങ്ങൾ ബ്രോയിനെ നമ്മൾ ഫ്രണ്ട് ആക്കും. നമ്മളുടെ ചാനലിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആളാണെന്ന് തോന്നുന്നു. ഗൈസ് പിൻ ചെയ്യാം ഗൈസ്. ആ കമന്റ് നമ്മൾ പിൻ ചെയ്യാൻ. പക്ഷെ ഞാൻ പിൻ ചെയ്യാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് കഴിയുന്നില്ല. മിക്കവാറും അത് 1K സബ്സ്ക്രൈബേഴ്സ് ആവണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 100 സബ്സ്ക്രൈബേഴ്സ് ആവണമെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ എത്ര ട്രൈ ചെയ്തിട്ട് ഒരു കമന്റ് പോലും എനിക്ക് പിൻ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ബ്രോ ദീപു ചന്ദ്രൻ ബ്രോ, അങ്ങനെയല്ല ബ്രോ, നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുക. നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി കാണും? ബ്രോ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. എല്ലാവരുടെ യൂട്യൂബ് ചാനൽ, അതായത് നമ്മളെ യൂട്യൂബ് ചാനൽ സബ് ചെയ്ത് കാണും. ഇപ്പോഴും 72 ന്യൂസ് കിടക്കുന്നത്. 100 അനങ്ങുന്നേ ഇല്ല. യെസ് ഗൈസ്, നമ്മൾ കുറേ വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ഗൈസ്. ഒരു കാര്യം പറയാം, സൈംബർ OG ക്രേസി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളുടെ ചാനലിൽ ആദ്യം ആ അക്കൗണ്ടിൽ നിന്ന് കമന്റ് വന്നപ്പോൾ ഞാനും ഇവനും വിചാരിച്ചു അതൊരു ചേട്ടനായിരിക്കും. ബട്ട് അതെന്റെ ഫ്രണ്ടായിരുന്നു ഗൈസ്. അതായത് ഇവന്റെ സ്കൂളിൽ ഇവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അത്. യെസ് ബ്രോ. യെസ് ഗൈസ്, നിങ്ങൾ അവന്റെ ചാനലും പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അവന്റെ ലൈവും വീഡിയോസ് എല്ലാം കാണണം. നമ്മളും ഇനി ലൈവ് വരാൻ ശ്രമിക്കാതെ പറയുന്നുണ്ട് ഗൈസ്. ലൈവ് വരത്തില്ല ഗൈസ്. എന്താ ഗൈസ്? ബിക്കോസ് വി ആർ കിഡ്സ്. അതാണ് ശരിയാണ്. നമുക്ക് മാക്സിമം ശ്രമിക്കാം ഗൈസ്. പറ്റുമെന്ന് അറിയത്തില്ല. എൻ്റെ സ്പീഡ് ഇടുന്നില്ലേ? അവര് കഷ്ടപ്പെട്ട് നട്ടുവെച്ച സംഭവങ്ങളൊക്കെ നട്ടുവെച്ച സാധനം നമുക്ക് തിന്നാളല്ലേ. വില്ലേജേഴ്സ് പാവം ഗൈസ്. കൗ അടിച്ചു പൊട്ടിച്ചോ. ഇവനൊന്നും ഇവരെ അടി വാങ്ങാതെ പോകൂല കേട്ടോ. പോവില്ല. എന്താണ്? ആപ്പിൾ സാപ്ലിങ്സും ആപ്പിളും.
ലോകത്തെവിടെയും കിട്ടാത്ത സാധനം ഗൈസ്. റിയർ സാധനം. ഇവിടെ വീട് വെച്ചാലാ? കേബിൾ അയൺ 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 നയണല്ല അയൺ അയൺ നയൻതാര അയൺ. ഓ മൈ ഗോഡ്. അയൺ അയൺ കിട്ടിയിട്ട് വേണം നമുക്കൊരു പിക്കാസ് ഉണ്ടാക്കാൻ. പിക്കാസും കുറച്ചുകൂടി പവറുള്ള സാധനം കിട്ടും. ഇന്ന് ഫുള്ളി ആർമർ ആവോ? ചെരുപ്പുണ്ടാക്കണം. ഇനി ചെരുപ്പെന്ന് ഉദ്ദേശിക്കുന്നത് ബൂട്ട്സ്. ബൂട്ട്സ് ഉണ്ടാക്കണം. പിന്നെ ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട് നമുക്ക്. പിന്നെ ആർമറിന് ഫുൾ ആർമർ ആക്കണം. അതാണ് നമ്മുടെ ഇതിൽ പറ്റുമെന്ന് അറിയത്തില്ല വയസ്സ്. അത്ര അയൺ കിട്ടുമെന്നും അറിയത്തില്ല. നമുക്ക് മൈനിങ് സ്പോട്ടും ഈ വില്ലേജിൽ കിട്ടി. നല്ല ഐശ്വര്യമുള്ള വില്ലേജ്. ഇനി നമ്മൾ ഈ വില്ലേജിൽ നിന്ന് പോകുന്നൊരു ഡൗട്ടുണ്ട്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പോകും. നല്ല ആർമറൊക്കെ കിട്ടിയിട്ട് വേണം. ആദ്യം നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കണം. ഷീൽഡിന് വേണ്ടി നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ട്? വുഡും വേണം, അയണും വേണം. വുഡില്ല. സ്കെൽറ്റൻ അമ്മാവൻ. അയ്യോ അവിടെ പ്ലീസ് ചാവലി അത്ര ഉള്ളു. നമുക്ക് XP കിട്ടി. എത്ര XP ആയി? 2 XP ആയി. XP ലെവൽ 2 ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഞാൻ എൻ്റെ ഫോണിൽ FC മൊബൈൽ കളിക്കും, കാറക് സ്ട്രീറ്റും കളിക്കും ഗൈസ്. ആരൊക്കെ FC മൊബൈൽ കളിക്കും, കാറക് സ്ട്രീറ്റ് കളിക്കും, അവരൊക്കെ FC മൊബൈൽ ഞാൻ ഫ്രണ്ടാക്കാം, കാറക് സ്ട്രീറ്റിൽ ഫ്രണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കടുത്ത് കളിക്കാനുള്ള ഏതെങ്കിലും ഗെയിംസ് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് കളിക്കുകയും ചെയ്യാം. നിങ്ങൾ മൾട്ടിപ്ലെയർ ഗെയിം ആണെങ്കിൽ നിങ്ങളിവിടെ കളിക്കുകയും ചെയ്യാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, ലോ MB ആയിരിക്കണം. ലോ MB മൾട്ടിപ്ലെയർ ഗെയിംസ് ഉണ്ടാ, ഹൊറർ ഗെയിംസേ ഉള്ളൂ. സ്റ്റംബിൾ ഗൈസ് 195 192 MB ഉള്ളൂ. കുറച്ചുകൂടി ആയും വേണം എനിക്ക്. വാട്ടർ കോൾഡ് ജലദോഷം. വാട്ടർ കോൾഡ് ഓക്കെ. ഹേ സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് ഈ വീഡിയോ നല്ല ലോങ് വീഡിയോ ആയിരിക്കും. ഓക്കെ, നമ്മളിങ്ങനെ ഇരുന്ന് വോയിസ് ഓവർ എടുക്കുകയാണ് ഗൈസ്. അതെ ഗൈസ്, കുറേ നേരമായി ചൂടെടുക്കുന്നു. നമുക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. ഈ വീട്ടിൽ ചെസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കുള്ള സാധനങ്ങൾ, ലൈബ്രറി ബുക്കൊക്കെ ഇവിടെ ഉണ്ട്. ചെസ്റ്റ് ഇല്ലേ? കോമൺ ആയിട്ട് ഇങ്ങനത്തെ വീട്ടിൽ മുകളിൽ ചെസ്റ്റ് ഉണ്ടാവുള്ളൂ. മൈൻക്രാഫ്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും. അത് ഗ്ലിച്ച് വില്ലേജർ വിച്ചാണെന്ന് തോന്നുന്നു. പിങ്കും ബ്ലാക്കും വില്ലേജസ്. ബ്ലാക്ക് പിങ്ക്, നോ BTS. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? ഓ മൈ ഗോഡ്. എനിക്ക് K-pop ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബ്രോ, കമന്റ് കരോ. K-pop ഫാൻസ് ഓർ ഫുട്ബോൾ ഫാൻസ്, BTS ആർമി ഓർ ബ്ലാക്ക് പിങ്ക് ഫാൻസ്, ഓൾസോ നോൺ ആസ് ബ്ലിങ്സ്. ചലഞ്ച് വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ കമന്റ്, എന്ത് വീഡിയോ വേണമെങ്കിലും കമന്റ് ചെയ്യുക. നമുക്ക് ഈ വീഡിയോ ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ വീഡിയോ ആയിരിക്കും. നമുക്ക് നിങ്ങൾക്ക് ബ്ലാക്ക് പിങ്കിനെയാണോ ഇഷ്ടം, BTSനെയാണോ ഇഷ്ടം, അതോ ഫുട്ബോളിനെയാണോ ഇഷ്ടം? ഫുട്ബോളിൽ മെസ്സിയാണോ റൊണാൾഡോ ഇഷ്ടം? പറയുക. എൻ്റെ അമ്മ, എനിക്ക് BTSനാണ് ഇഷ്ടം. ഇവന് ഫുട്ബോളാണ് ഇഷ്ടം. എനിക്ക് മെസ്സിനെയാണ് ഇഷ്ടം. എനിക്ക് റൊണാൾഡോയാണ് ഇഷ്ടം. നമ്മൾ 3 പേരും റൈവൽസ് ആണ് ഗൈസ്. യെസ് ഗൈസ്. പൊടി. നിങ്ങൾക്ക് ചലഞ്ച് വീഡിയോസ് വേണമെങ്കിൽ നീ അത് എത്ര പ്രാവശ്യം പറഞ്ഞു? ഐ ആം വെരി സോറി ഗൈസ്. ലോങ് വീഡിയോ നമുക്ക് എടുക്കണം. ഇനി ഇതേ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഗൈസ്. നമ്മുടെ കേഴ്സഡ് ലബൂബ് പോലെ അല്ല ഇനി വരാൻ പോകുന്ന ഷോർട്ട് ഫിലിം സിനിമാറ്റിക് ലെവൽ. അത്രേ ഉള്ളൂ. നിങ്ങൾ ഭരത് ഏട്ടനെ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, ഭരത് ചേട്ടൻ്റെ വീഡിയോസ് നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് കണ്ടാണ് നമ്മൾ ഇൻസ്പയർ ആയത് ഇത്രയും ചെയ്യാനായിട്ട്. ഭരത് ചേട്ടനാണ് നമ്മൾ ഇത്രയും പഠിപ്പിച്ചതും. ഭരത് ചേട്ടനാണ് എങ്ങനെ ചെയ്യണം. ഭരത് ചേട്ടനും ആനന്ദ് ചേട്ടനും അവരുടെയൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് നമുക്ക് എങ്ങനെ എടുക്കണം എന്നൊക്കെ പഠിച്ചത് ഗൈസ്.
ഭരത്തേട്ടനാണ് നമുക്ക്. പിന്നെ ഗെയിമിങ്ങിനൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്തത് ഒറ്റ ഒരാൾ, സോളോ റൈഡർ XD. പിന്നെ ഞാൻ ഗെയിം റാപ്പിസ്റ്റ്, സോളോ റൈഡർ, FTT, PF ഡസൂസ, സുധി, PF ഡസൂസ, ഇവരൊക്കെ എല്ലാവരും. പിന്നെ പണ്ട് പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടായിരുന്നു. അമ്പോ പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ ചേട്ടനൊക്കെ എവിടെ പോയത്? ഓസ്ട്രേലിയയിലൊക്കെ. മൈൻക്രാഫ്റ്റിലൊക്കെ MZRP എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. നമുക്ക് MZRP പോലത്തെ സിംഗിൾ ആയിട്ടുള്ള MZRP നമുക്ക് പേരൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് തുടങ്ങിയാലോ? എങ്ങനെയുണ്ട് ആ ഐഡിയ? കമന്റ് ഇടുക കേട്ടോ. പിന്നെ ഗൈസ് നമ്മൾ ഈ പറയുന്നത് നമുക്ക് അടിക്കല് നീ ചെയ്യാം. അടിക്കില്ലേ? വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഓട്. ഒമ്പോ ലൈഫ് നോക്ക്. തുടങ്ങിയപ്പോ തന്നെ ചാവും. ഓഹ് ഗോൾ അങ്ങ് നിക്കണതേ ഉള്ളൂ. നമുക്ക് വാൾട്ട് കവർ ചെയ്താലോ? മോളിൽ കയറി നിന്നാലോ? വില്ലേജറെ മാറിക്കോ, ഓളം വരുന്നുണ്ടേ. മാറിക്കോ. നമുക്ക് കയറിയിരിക്കാം. ബ്രെഡ് തിന്ന് തിന്നാൻ പറ്റുന്നില്ല. ഓ മൈ ഗാഡ്. കഥവിന്റെ ഇടയിൽ കൂടെ നമ്മൾ റീസ്പോൺ ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ച എവിടെയെങ്കിലും ചെന്ന് കിടക്കുന്നു. വീട് വെക്കുള്ള സ്ഥലം എവിടെയായിരുന്നു ഗൈസ്? നമുക്ക് എന്തായാലും കോളത്തിനൊന്ന് കൊല്ലണം. കോളത്തിനാവുമ്പോ എന്തെന്തിനും ചുമ്മാ അണ്ണനെ കൊല്ലുമ്പോ ഒരു പൂ കിട്ടും, 2 അയണും കിട്ടും. അയൺ കിട്ടുമല്ലോ. അപ്പൊ എന്തായാലും കൊല്ലണം. കൊന്നേ പറ്റൂ. എവിടെ നീ എവിടെയാ കോളമേ? നമ്മൾ വീട് വെക്കാനുള്ള സ്ഥലം നമ്മൾ മറന്നുപോയി ഗൈസ്. അയ്യോ, വീട് വെക്കുന്ന സ്ഥലം എവിടെ പോയത്? ഞാൻ ആദ്യം ഗോളത്തിനെ കൊന്നിട്ട് വരാം. ഓക്കേ ഗോളമേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ഗൈസ്, പക്ഷെ നമ്മൾ ഒരു പ്ലെയിൻ ഏരിയയിൽ വീട് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പറയാൻ മറന്നുപോയതാണ്. ഇതാണ് നമുക്ക് ഇവിടെ വെക്കാല്ലേ? പൂവൊക്കെ ചെടിയൊക്കെ പറിച്ച് കളയാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഷെയർ ചെയ്യണമെന്നില്ല, എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലാവിഡ സൈനിങ് ഔട്ട്. ബൈ ബൈ.